എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ചോക്ലേറ്റ്സ് ഇഷ്ടപ്പെടാത്ത ആരുണ്ട് അല്ലേ? അപ്പോൾ ഹെർഷീസ് ചോക്ലേറ്റ് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പെൻസിൽവേനിയയിലെ ഹെർഷീസ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കണേ എന്നൊക്കെയാണ് കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ അവരുടെ ചോക്ലേറ്റിൽ നമുക്ക് കുറച്ച് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ രീതിക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ എങ്ങനെയാണെന്നാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. ഇത് നമുക്ക് അവരുടെ സിസ്റ്റത്തിൽ കയറിയിട്ട് നമുക്ക് വേണ്ട ചോക്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. മിൽക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ബാർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ബാർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ബാർ സെലക്ട് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ടോപ്പിംഗ്സ് ആഡ് ചെയ്യാം. പല രീതിയിലുള്ള ടോപ്പിംഗ്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ബിറ്റ്സ്, ക്രിസ്പ് റൈസ്, ബട്ടർ സ്കോച്ച് ചിപ്സ്, ടോഫി ചിപ്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എത്ര വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ടോപ്പിംഗ്സ് അല്ലെങ്കിൽ സ്പ്രിങ്കിൾസ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ചോക്ലേറ്റ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ബേബിയുടെ ഞങ്ങൾ ഡിസൈൻ ചെയ്യാണ്. അപ്പോൾ ഒരാൾ മിൽക്ക് ചോക്ലേറ്റ് ഓപ്റ്റ് ചെയ്തു, മറ്റേ ചോക്ലേറ്റ് ആണ് ഓപ്റ്റ് ചെയ്തത്. എന്നിട്ട് ഇഷ്ടപ്പെട്ട നമുക്ക് ടോപ്പിംഗ്സ് ഒക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇതുപോലെ അവർ ഡിസൈൻ ചെയ്തു എന്നൊക്കെ തോന്നുന്നവർക്ക്. ഇനി നമ്മൾ അതുണ്ടാക്കണ കാണാൻ പോവാണ്. അപ്പം നമ്മൾ ഓപ്റ്റ് ചെയ്ത ചോക്ലേറ്റ് ബാർ അവർ സെലക്ട് ചെയ്ത് അവിടെ വെക്കും. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ശരിക്കും ചോക്ലേറ്റ്സ് ഒക്കെ തിന്ന് മടുക്കുന്നുണ്ടോ അവിടെ പോകുമ്പോൾ. ഈ ഹെർഷീസ് ഫാക്ടറിയിൽ നിന്ന് പോയി വന്നിട്ട് ചോക്ലേറ്റ്സ് കുറച്ച് ദിവസത്തേക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ആ സ്മെല്ലും കൊക്കോൻ്റെ സ്മെല്ലും എന്തൊരു ഫ്രഷാണെന്നറിയോ ആ ചോക്ലേറ്റ്സ് ഒക്കെ. ഭയങ്കര ടേസ്റ്റിയുമാണ്. ഇതാ ഇവിടെ ടോപ്പിംഗ്സ് ഒക്കെ ആഡ് ചെയ്യാണ് കേട്ടോ. കണ്ടില്ലേ എന്ത് രസമാണ് ആ റൈസ് ക്രിപ്സും ചോക്ലേറ്റ് ബൈറ്റ്സും ഒക്കെ ആഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഈ ചോക്ലേറ്റ് മേക്കിംഗ് പ്രോസസ്സ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ അടുത്ത ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്യാണ്. എല്ലാം നല്ല ഫ്രഷ് ആണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയുമാണ്. ഇനി അത് ചോക്ലേറ്റ്സ് എൻഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. അതായത് ആ ചോക്ലേറ്റ് കവർ ചെയ്യും ഇതിൻ്റെ മീതെ കൂടെ. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. ആ ചോക്ലേറ്റ്സ് ഒക്കെ വരണതാണ് എന്ത് ഭംഗിയാ നോക്കൂ. നമുക്കവിടെ പോകുമ്പോൾ ശരിക്കും ആ ചോക്ലേറ്റ്സിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹോട്ടാണ്, മെൽറ്റഡ് ചോക്ലേറ്റ് ആണ്. ആ സിറപ്പ് ഇങ്ങനെ മീതെ കൂടെ ഒഴിച്ചേക്കാണ് അവർ. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സ്പ്രിങ്കിൾസ് ആഡ് ചെയ്യാണ്. അപ്പോൾ അതുപോലെ സ്പ്രിങ്കിൾസ് ആഡ് ചെയ്യും. ഇനി ഇത് കൂളിംഗ് ടണലാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് മെൽറ്റഡ് അല്ലേ ആ സിറപ്പൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കൂൾ ചെയ്ത് കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് അവർ പുറത്തേക്ക് വിടുന്നത്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും അതിൻ്റെ പാക്കേജ്. അപ്പോൾ അതിനും നമുക്ക് സിസ്റ്റത്തിൽ കയറി ടച്ച് സ്ക്രീനാണ്, നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ആ കാർട്ടൂണിൻ്റെ ക്യാരക്ടേഴ്സോ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. സ്റ്റിക്കേഴ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെറിയ ചെറിയ ഫണ്ണാട്ടോ പിള്ളേർക്ക്. നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവരിത് എടുത്ത് പാക്കേജിങ്ങിൽ ആക്കി നമുക്ക് തരും. ഈ പാക്കേജിംഗ് ഒക്കെ ചെയ്യുന്നത് മെഷീൻസ് ആണ് കേട്ടോ. അവർ കൈകൊണ്ടൊന്നും തൊടുന്നില്ല, ഭയങ്കര ഹൈജീനിക് ആണ്. ഇപ്പം എല്ലാ ചോക്ലേറ്റ്സും ഇവിടെ കിട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ചോക്ലേറ്റ് മേക്കിംഗ്. ഇനി ഇതിൻ്റെ ഇവിടെ നിറച്ച് കടകളുണ്ട് കേട്ടോ.
ആ കടകളിലൊക്കെ ഫുൾ ചോക്ലേറ്റ്സും ബ്രൗണിയും ഫഡ്ജസും ആണ്. ഇപ്പോൾ അഞ്ജലി ടേസ്റ്റ് ചെയ്യാൻ പോകണം ചോക്ലേറ്റ്. നല്ല ഹെവി ആട്ടോ ചോക്ലേറ്റ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിങ്സും ഒക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. പുറത്തുനിന്ന് മേടിക്കുന്ന ചോക്ലേറ്റ് പോലെയല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിങ്സും സ്പ്രിങ്കിൾസും ഒക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കടയാണ് ഇവിടെ. ഫുൾ ചോക്ലേറ്റ്സ് ആണ്, ഡോളുകളും അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ്. എല്ലാം ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് വേൾഡ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ നമ്മൾ തിന്ന് മടുക്കും. അഞ്ജലി ഇവിടെ ഓടി നടന്ന് ഡോളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കിസസിൻ്റെ ഡോള്, വേൾഡ്സ് ലാർജസ്റ്റ് ചോക്ലേറ്റ് ഹെർഷീസിൻ്റെ ബാറ്, പിന്നെ കിറ്റ്കാറ്റിൻ്റെ വലിയ ബാറ്, അങ്ങനെ ഒരുപാട് ചോക്ലേറ്റ്സ് വലുത് വേൾഡ്സ് ലാർജസ്റ്റ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടെ പറയാനുള്ളത് ഈ ചോക്ലേറ്റ് മേക്കിംഗ് പ്രോസസ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് അവർ പറയുന്നത്. അതിൽ പറയുന്നത് കൊക്കോ ബീൻസ് ഒരുപാട് സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ ഓരോ ലൊക്കേഷൻ അനുസരിച്ച് അവരുടെ ആ കൊക്കോ ബീൻസിലെ ടേസ്റ്റ് മാറും. ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് ഒരു കോമൺ ടേസ്റ്റ് ആക്കി മാറ്റും. അതായത് ഓരോ സ്ഥലത്തെയും എത്ര പ്രൊപ്പോർഷനായിട്ട് ആഡ് ചെയ്താലാണ് അതൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ അവർ ആഡ് ചെയ്ത് ഒരു സിമിലർ ടേസ്റ്റ് ആക്കി ഉള്ള കൊക്കോ ബീൻസ് ആയിട്ട് മാറ്റും. പിന്നെ ഇതിനെ നല്ലോണം റോസ്റ്റ് ചെയ്യാണ്. ഒരു 35 മിനിറ്റ്സോളം ഇവർ റോസ്റ്റ് ചെയ്ത് കൊക്കോ ബീൻസും അതിൻ്റെ ബീൻ കേർണലായിട്ട് സെപ്പറേറ്റ് ആവും. അത് കഴിഞ്ഞാൽ വേറൊരു പ്രോസസ്സിൽ കൂടെ കുറച്ച് എയർ പാസ് ചെയ്ത് എക്സസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ അവർ റിമൂവ് ചെയ്യും ഈ കൊക്കോ ബീൻസിൽ നിന്നും. ഈ എക്സസ് പാർട്ടിക്കിൾസിനെ വെച്ചിട്ടാണ് അവർ ലിക്വിഡ് കൊക്കോ ബട്ടർ ഉണ്ടാക്കുന്നത്. ഈ ലിക്വിഡ് കൊക്കോ ബട്ടറിൽ നിന്നാണ് ചോക്ലേറ്റ് ലിക്കർ ഉണ്ടാക്കുന്നത്. ഈ ചോക്ലേറ്റ് ലിക്കർ ഒരു കോഷ് മെഷീൻ എന്നാണ് പറയുന്നത്. അതിൽ ഒരുപാട് നേരം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ ബിറ്റർ ടേസ്റ്റ് ഒക്കെ മാറ്റും. അപ്പം അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് അവർ പറഞ്ഞു തരുന്നത് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ബിറ്റർ ടേസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ ചോക്ലേറ്റ് ആയിട്ട് മോൾഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ചോക്ലേറ്റ് ലിക്കറിനെ ടെമ്പർ ചെയ്ത് കൂൾ ഡൗൺ ചെയ്ത് ഒരു മോൾഡാക്കി മാറ്റും. എന്നിട്ട് ഇതും പാലും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ചോക്ലേറ്റ് ആയിട്ട് ഹെർഷീസ് ചോക്ലേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി കാണിക്കുന്നത് ഈ ഹെർഷി ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. മിൽക്കും ഷുഗറും ഈ കൊക്കും കൂടി കൂടിയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അവരുടെ പല ബ്രാൻഡ്സും ഒക്കെയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഹെർഷി, മിൽട്ടൺ ഹെർഷി, ഈ ഹെർഷീസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്ത്, അതിന് പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. അപ്പം നമുക്ക് ആ കഥ കേട്ടു നോക്കാം. മിൽട്ടൺ ഹെർഷിയാണ് ഹെർഷീസ് എന്ന് പറഞ്ഞ ചോക്ലേറ്റ് കണ്ടുപിടിക്കുന്നത്. മിൽട്ടൺ ഹെർഷി ജനിക്കുന്നത് 1857 മിൽട്ടൺ ഹെർഷിയുടെ അച്ഛൻ ഹെൻറി ഒരുപാട് ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായി ഈ ഫാമിലി ആയിട്ട് റീലൊക്കേഷൻ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഈ റീലൊക്കേഷൻസിൻ്റെ ഒക്കെ ഇടയിൽ ഹെർഷീസിൻ്റെ എഡ്യൂക്കേഷൻ ഒരുപാട് എഫക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഹെർഷിയുടെ അമ്മ ഡിസൈഡ് ചെയ്യുന്നത് ഹെർഷിയുടെ എഡ്യൂക്കേഷൻ നിർത്താമെന്ന്. അങ്ങനെ 4th സ്റ്റാൻഡേർഡിലാണ് എഡ്യൂക്കേഷൻ നിർത്തിയിട്ട് ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ ജോബ് മേടിച്ചു കൊടുക്കുന്നു. അവിടെ പ്രിന്റിംഗ് പ്രസ്സിലെ ജോബ് ബോറായപ്പോഴാണ് അമ്മ ഒരു ക്യാൻഡി ഷോപ്പിലെ ഹെൽപ്പറായിട്ട് ഹെർഷിയെ വിട്ടത്. അവിടെ നിന്നാണ് ഹെർഷീസിൻ്റെ ഡ്രീംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ക്യാൻഡി ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 19 വയസ്സിലാണ് ആദ്യത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 19 വയസ്സിലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഫ്ലോപ്പായി. പിന്നെയും ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് റിസർച്ച് ചെയ്ത് പിന്നെയും ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. പല ഭാഗത്തും സ്റ്റാർട്ട് ചെയ്തു, ന്യൂയോർക്കിൽ സ്റ്റാർട്ട് ചെയ്തു, എല്ലാം ഫെയിലിയറായി മാറി. എന്നാൽ പോലും ഒരു ഡ്രീമിൻ്റെ പിന്നാലെ പോയി പിന്നെയും അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ച് കാരമൽ ബിസിനസ്സിൽ കുറച്ച് പോപ്പുലറായി. അങ്ങനെ അത് സക്സസ്ഫുൾ ആയപ്പോഴാണ് ചോക്ലേറ്റ്, ഫ്രഷ് ചോക്ലേറ്റ് എങ്ങനെയാണ് അത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ റിസർച്ച് ചെയ്ത് അങ്ങനെ ഹെർഷിയുടെ ചോക്ലേറ്റ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ക്യാൻഡിക്ക് എത്ര ഫ്രഷ് ആയിട്ടുള്ള പാൽ ഉപയോഗിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുക എന്നൊക്കെ ഒരുപാട് മനസ്സിലാക്കിയിട്ടാണ് ഹെർഷീസ് ചോക്ലേറ്റ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹെർഷീസ് ചോക്ലേറ്റ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
എടുത്തു പറയാനുള്ളത് ഒരു ടൗൺ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഒരുപാട് സ്കൂൾസ്, ചേർച്ചസ്, വീടുകൾ, അതുപോലെ തന്നെ സൂ, പാർക്ക്, ഇൻഡോർ പാർക്ക്, വാട്ടർ തീം പാർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ ടൗൺ തന്നെയാണ് ഹെർഷി സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് ഹെർഷീസ് ചോക്ലേറ്റിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഒരുപാട് ചോക്ലേറ്റ്സ് കഴിച്ചു, ഒരുപാട് ചോക്ലേറ്റ്സിനെ കുറിച്ച് അറിഞ്ഞു, എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കണത് എന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഒരുപാട് ചോക്ലേറ്റ്സ് മേടിച്ച് കഴിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ.